നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കും, ചിലപ്പോൾ അത് നടക്കില്ല, ചിലപ്പോൾ അതിലും മനോഹരമായിട്ട് വേറൊരു കാര്യം നടക്കും. ഫൈനലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കട്ടിങ് ഉണ്ടല്ലോ, നമ്മൾ അപ്പോൾ കുറേ വെള്ളം കുടിക്കും, ഉപ്പുവെള്ളം കുടിക്കും, 10 ലിറ്റർ 8 ലിറ്റർ അങ്ങനെ കുറച്ച് ഷൂട്ടിന് വന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ പുള്ളി വന്ന ദിവസം ദൈവമേ കാലമാടം വന്നല്ലോ, പണി പാളി, അങ്ങനത്തെ ഒരു ഇതാന്ന് വിചാരിച്ചേ. റിയലിൽ അങ്ങനെയല്ലല്ലോ, റിയലിൽ ഇടിച്ച് റൊട്ടിയാക്കി കളയാമാര്. അപ്പൊ നമ്മള് റിയൽ ബോക്സിങ്ങിന് എനിക്ക് ഇറങ്ങണമെന്ന് ആദ്യമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ 2-3 ബോക്സിംഗ് മാച്ചുകൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ വേണ്ട, നമ്മൾ തന്നെ ആയിട്ടിരിക്കേണ്ടി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഫേക്ക് ചെയ്യാതിരിക്കുക, ജീവിതത്തിൽ ഫേക്ക് ചെയ്യാതെ മുന്നോട്ട് പോവുക. സങ്കടം വരുമ്പോഴും കരയാണ്. വീട്ടിൽ ഒരിക്കലും കിട്ടില്ല ബ്രോ. അതിപ്പോ ബ്രോ എത്ര വലിയ സംഭവമാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് പഴയ ആള് തന്നെയാണ്. നമസ്കാരം ബ്രോ. ഈ പെപ്പെ എന്നുള്ള വിളി അന്ന് തുടങ്ങിയിട്ട് ആൾക്കാർ വിട്ടിട്ടില്ല. ഇപ്പൊ ശരിക്കും ഒരാളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ ഈ ആന്റണി വർഗീസ് എന്ന് പറയുന്നതിന് പകരം പെപ്പെ എന്ന് പറയാം, അതൊരു അഭിമാനത്തിന്റെ നിമിഷമല്ലേ ശരിക്കും? അത് ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ ഫസ്റ്റ് പടത്തിലെ ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് വിളിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. അത് പെപ്പെ എന്നല്ല, സ്നേഹത്തോടെ എന്ത് വിളിച്ചാലും ഞാൻ ഓക്കെയാണ്. പക്ഷെ പെപ്പെ എന്നുള്ള വിളിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ കുറേ കാലത്ത് അധ്വാനത്തിന്റെ ഫലം ഒരു സിനിമയിലുണ്ടാവുന്നു. ആ സിനിമയിലെ ആദ്യത്തെ കഥാപാത്രം വെച്ച് ജീവിതകാലത്ത് ഇത്രയും കാലം പിന്നീട് അഭിനയിച്ച സിനിമകളൊക്കെ വരുമ്പോഴും അറിയപ്പെടുന്നു എന്നുള്ളതൊരു അഭിമാനമാണ്. അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ജോസഫ്, ഈ പെപ്പെ എന്ന് പറഞ്ഞാൽ ജോസഫ് അല്ലേ? ജോസഫ്. അപ്പൊ എന്തെങ്കിലും ജോസഫ് കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതായത് കണക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്നെ പള്ളിയിൽ ഇട്ടണ പേര് അതിന്റെ ഇത് ജോസഫ് എന്നാണ്. ആണ് അങ്ങനെ. അപ്പൊ ആ ഒരു കണക്ഷനും ഉണ്ട്. നമ്മൾ എന്തായാലും ദാവീദിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് ഇതൊരു ഭയങ്കര ഹാപ്പിനെസ് പ്ലേസ് ആണ് പെപ്പന്റെ എന്ന് അറിയാം. കാരണം നിങ്ങളുടെ ഗ്രൗണ്ടാണ്, നിങ്ങൾ എപ്പോഴും കളിക്കുന്ന ഗ്രൗണ്ടാണ്, ഒരുപാട് പേര് വന്ന് കളിക്കുന്ന ഗ്രൗണ്ടാണ്. ക്രിക്കറ്റ് ഭയങ്കര പാഷനാണ് ലൈഫിൽ. ക്രിക്കറ്റ് മാത്രമല്ല, ക്രിക്കറ്റും ഫുട്ബോളും എനിക്ക് ഭയങ്കര സെയിം ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഞാൻ മാച്ച് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ സ്വന്തം ഗ്രൗണ്ടാണ്. അതായത് ഞങ്ങളൊരു 10 പേര് കൂടി എടുത്തേണ ഗ്രൗണ്ടാണ്. ഇവിടെ ആദ്യം ഞങ്ങളുടെ പഞ്ചായത്ത് മേളയൊക്കെ നടക്കുന്ന ഗ്രൗണ്ട്. ഇപ്പൊ കാണുന്ന പോലെയല്ല, ഇത് ഫുൾ ഒരു പാറയും മറ്റേതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇതേപോലെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സെറ്റ് ചെയ്തെടുത്തു? ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇതേപോലെ മണ്ണൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തേണതാണ്. ഞങ്ങളൊരു 10 പേര് കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാഷൻ, ഇപ്പൊ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ ഇഷ്ടമാണ് ക്രിക്കറ്റ്. അപ്പൊ അതിനുവേണ്ടി എന്റെ സ്വന്തം നാടാണിത്. അങ്കമാലി സ്വന്തം നാട്ടിലൊരു ഗ്രൗണ്ട്. നാട്ടില് ഇപ്പൊ കരയാമ്പറമ്പാണ് ഞാൻ താമസിക്കുന്നത്. കരയാമ്പറമ്പിന്റെ വേറൊരു സൈഡാണിത്. ആണ്. അപ്പൊ അതൊരു വലിയ സന്തോഷമാണ് ശരിക്കും. ഇപ്പൊ സിനിമ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ടോ? ക്രിക്കറ്റ് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തായിരിക്കും? അല്ലെങ്കിൽ സ്പോർട്സ് പഠിപ്പിച്ച കാര്യം എന്തായിരിക്കും? സ്പോർട്സ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്പോർട്സ് മാത്രമല്ല, ഇപ്പം ലൈഫിലും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ കുറേ ഇതിനു വേണ്ടി നമ്മൾ ഇതിന് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മാച്ചിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാച്ചിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. അതെ. ഇപ്പം സ്പോർട്സ് മാത്രമല്ല, എനിക്ക് അങ്ങനെ മനസ്സിലായത്. അപ്പം എനിക്ക് അങ്ങനത്തെ പെർഫോമൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അത് തന്നെ, നമ്മളിപ്പോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട മാക്സ് എഫേർട്ട് ഇടുക. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ചിലപ്പോൾ പർട്ടിക്കുലർ ആ സംഭവത്തിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല, പക്ഷെ ഇതിന്റെ റിസൾട്ട് എപ്പോഴെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞു വരും. പക്ഷെ അതാണ് ലൈഫ്. ഉറപ്പായിട്ടും ലൈഫ്. ചിലപ്പോൾ നമ്മളിപ്പോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കും, ചിലപ്പോൾ അത് നടക്കില്ല, ചിലപ്പോൾ അതിലും മനോഹരമായിട്ട് വേറൊരു കാര്യം നടക്കും. അതാണ് ജീവിതം എന്ന് എനിക്ക് മനസ്സിലായത്. ഇതേപോലെ എഫേർട്ട് ഇട്ടിട്ടാണ് ദാവീദിൽ വരുന്നത്. ഒരു ചെറിയ പടമല്ല, കുറേ കാലം നീണ്ടു നിന്ന ഷൂട്ടിംഗ് ആണ്. ശരീരത്തിലും വലിയ ട്രാൻസ്ഫോർമേഷൻ നടത്തിയവരാണ്. ഈ എപ്പോഴും ഇൻ്റർവ്യൂകളിലും അല്ലാണ്ടൊക്കെ ഈ അങ്കമാലി മാങ്ങാക്കറീനെ കുറിച്ച് പറയുന്ന, പോർക്കിനെ കുറിച്ച് പറയുന്ന, ഭക്ഷണം അത്രയും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ. ഇപ്പോൾ പേഴ്സണലി ഞാനും ഭയങ്കര ഭക്ഷണം കഴിക്കും, പക്ഷെ നമുക്കൊരിക്കലും ഇത് ഉപേക്ഷിച്ചൊരു ഡയറ്റോ പരിപാടിയോ ചിന്തിക്കാനാകില്ല. അപ്പോൾ പക്ഷേ അത് അത്രയും ഉപേക്ഷിച്ചിട്ട് ഒരു ഭയങ്കര ഡയറ്റ് എടുത്തു, ഭയങ്കര വർക്കൗട്ട് ചെയ്തു, ഒരു പക്ക ബോക്സറായി മാറി എന്നുള്ളതാണ്. ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു, എങ്ങനെ സംഭവിച്ചതൊക്കെ? അത് ഞാൻ മറ്റേ RDXന്റെ ഷൂട്ട് കഴിയുമ്പോൾ എനിക്കൊരു 96 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടൽ എന്ന് പറഞ്ഞ മൂവി വന്നു. അപ്പം അതിനകത്തേക്ക് വേണ്ടി ഞാൻ കുറച്ച് വന്നായിരുന്നു, വെയിറ്റ് കുറച്ച് വന്നായിരുന്നു. അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ദാവീദിന്റെ പരിപാടികൾ. അപ്പം അതിക്ക് മുമ്പ് ഒരു 2 മാസം ഞങ്ങൾ പ്രോപ്പറായിട്ട് കൊച്ചിയിലേക്ക്, അതായത് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, താമസിക്കുന്നത്.
അവിടെ നിന്ന് മാറി കൊച്ചിയിലേക്ക് ഫ്ലാറ്റ് പ്രൊഡക്ഷൻ എടുത്തു. അതായത് നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ അച്ചു എന്ന് പറഞ്ഞ പുള്ളി ഇതിനകത്തൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഇതേപോലെ തന്നെ എൻ്റെ കൂടെ ഡയറ്റ് എടുത്തു. അതായത് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി ഇതിനകത്തൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രെയിനർ സുഗു എന്ന് പറഞ്ഞ പുള്ളി, അവരെല്ലാം കൊല്ലാണ്. അവരെല്ലാവരും കൂടി ഫ്ലാറ്റിൽ വന്ന് താമസിച്ചു. അവരും എനിക്ക് വേണ്ടിയിട്ട് പക്ക ഞാൻ കഴിക്കുന്ന അതേ ഫുഡ് തന്നെ അവർ കഴിച്ച് പക്കയായിട്ട് പിടിച്ചു. അപ്പൊ തുടക്കമൊക്കെ ഭയങ്കര പാടായിരുന്നു. എങ്ങനെ സ്ട്രഗിൾ സഹിച്ചു പിടിച്ചത്? അത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കാരണം ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ഇട്ടേക്കാല്ലേ. അപ്പൊ പക്കയായിട്ട് നമ്മൾ ആ ഒരു ഇത്, അതായത് ചില ദിവസങ്ങളൊക്കെ സങ്കടം വരും നമുക്ക്, ഫുഡ് കഴിക്കണം, ക്രേവിങ്സ് പരിപാടികളൊക്കെ. ട്രെയിൻ പോകുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ പിക്ചറാണ്. അത് ഭയങ്കര രസമല്ലേ, കളിക്കുന്നു അതിന്റെ സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നു, ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കളി കാണാം. നമ്മൾ ടാറ്റ കൊടുക്കാം. ഞാൻ അവിടെ നിന്ന് ടാറ്റ കൊടുക്കാറുണ്ട്. ഞാൻ അവിടെ കളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് വെറുതെ എന്നിട്ട് ഞാനിങ്ങനെ ശിഖർ ധവാന്റെ മറ്റേ സംഭവിക്കും, അതിങ്ങനെ കാണിക്കുക. ഗബ്ബർ ഷോ ടാറ്റ കാണിക്കും. എനിക്കൊന്നും ഇങ്ങനെ വേറെ എവിടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ട്രെയിൻ പോകുന്ന ഒരു പിക്ചർ വേറെ എവിടെ ഇല്ലാന്ന് തോന്നുന്നു. അവരുടെ ആംഗിളില് ഭയങ്കര രസമല്ലേ, ട്രെയിനില് നിൽക്കുമ്പോ ഇവിടെ മാച്ച് നടക്കണു, അതൊക്കെ ഒരു പ്രത്യേക വൈബായിരിക്കും. ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഭയങ്കര രസം ഒരു വ്യൂ ആയിരിക്കും അല്ലേ. അത് ചില കുറെ ആൾക്കാർ റീൽസും പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞത് മറ്റേ ഡയറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഒരു ശരിക്കും ഒരു ഈ കറികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഫുഡ്, ഇതിൽ ഏതായിരിക്കും ഏറ്റവും മിസ് ചെയ്തിട്ടുണ്ടാവുക? അതെ, നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ച ഡയറ്റ് എന്ന് പറയുമ്പോൾ ചോറൊക്കെ മിസ് ചെയ്യുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഫസ്റ്റിലത്തെ ഡയറ്റിൽ നമുക്ക് ചോറെല്ലാം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ഇതൊക്കെ പക്ഷെ അളന്ന തരുള്ളൂ, ഒരു 150 ഗ്രാം ചോറ്, പിന്നെ എന്തെങ്കിലും ഒലത്ത്, പ്ലസ് ചിക്കൻ്റെ ബ്രസ്റ്റ് കറി വെച്ചത്, അല്ലെങ്കിൽ ഫിഷ് അതിൻ്റെ കറി. ഇത് അളന്ന് കൃത്യമായിട്ട് ഇതെല്ലാം അളന്ന് നമുക്ക് ഇത്ര ഇതെന്ന് വെച്ചിട്ട് അളന്ന തരുള്ളൂ. ഇത് തന്നെ വൈകുന്നേരം. പക്ഷെ ഫൈനലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റത്തെ കട്ടിങ് ഉണ്ടല്ലോ, നമ്മൾ അപ്പോൾ കുറേ വെള്ളം കുടിക്കും, ഉപ്പുവെള്ളം കുടിക്കും. 10 ലിറ്റർ 8 ലിറ്റർ അങ്ങനെ കുറച്ച് 6, 5, 4, 3, 2 അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫുള്ള് നമ്മൾ കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യണ അതാണ് ഏറ്റവും ഭയങ്കര സ്ട്രഗിളിങ് പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ചോറ് ഇങ്ങനത്തെ പരിപാടികളെല്ലാം അവർ കട്ട് ചെയ്തിട്ട് സാധാരണ മറ്റേ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, കറികളും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ ക്രേവിങ്സ് ആയിരിക്കും. കാരണം ഞാൻ ഇങ്ങനത്തെ ഡയറ്റ് ചെയ്യണ ആളോ അല്ലെങ്കിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ജിമ്മിൽ പോവാണ്ട് നമുക്കൊരു സന്തോഷം കിട്ടില്ല. കാരണം നമ്മൾ പോവാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാവും. അയ്യോ ഞാൻ പോയില്ലല്ലോ എന്നുള്ള സംഭവം നമുക്ക് വരും. അത് കുറേ ദിവസം നമ്മളൊരു കാര്യം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ഭാഗം പറയില്ലേ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഭയങ്കര ഫീൽ ഉണ്ടാക്കിയ നെഗറ്റീവ് കാര്യമാണെങ്കിലും പോസിറ്റീവ് കാര്യമാണെങ്കിലും കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. എന്ത് ചെയ്താലും നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് മാറും. ഇപ്പോഴേ ഈ പടം വരുമ്പോഴും പടം ഒരു ഇടിപ്പടം പെപ്പേന്റെ അടിപ്പടം എന്നൊക്കെ പറയും ആൾക്കാർ. ബോക്സിംഗ് ആണ്. ഒരിക്കലും ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അടിപ്പടം അല്ല. അത് ഞാൻ ചോദിക്കുമായിരുന്നു, ഇത്രയും അടിപ്പടങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് വൈ ദിസ് അടിപ്പടം? ഒരിക്കലും പക്ക അടിപ്പടം എന്ന് നമുക്ക് ഒരിക്കലും ദാവീദിനെ പറയാൻ പറ്റില്ല. അതിനകത്ത് ബോക്സിംഗ് ഉണ്ട്, ഉറപ്പായിട്ട് ഒരു മാർഷൽ ആർട്സിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ പക്ക ഫാമിലി. ഇപ്പൊ എനിക്ക് അതിനകത്തൊരു ഭാര്യയും കൊച്ചും ഉണ്ട്. ഈ കൊച്ചായിട്ടുള്ള ഇമോഷൻ, പിന്നെ ഭാര്യയായിട്ടുള്ള കുറച്ച് മൊമെന്റ്സുകൾ, ഇതെല്ലാം പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ കൊച്ചിന് വേണ്ടിയാണ് ഇതിനകത്ത് അടിക്കാൻ തന്നെ പോണത്. ബോക്സിങ്ങിന് വേണ്ടി പോണത് തന്നെ കൊച്ചിന് വേണ്ടിയാണ്. അപ്പൊ ഫാമിലി എന്റർടൈനർ എന്ന് തന്നെ പറയാം. അപ്പൊ കൊച്ചു തമാശകളും കുറച്ച് സീരിയസ് ആവണതും അതൊക്കെയാണ് സിനിമ. എല്ലാ ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് പ്രോപ്പർ അടിപ്പടന്ന് ഒരിക്കലും ദാവീദിനെ വിളിക്കാൻ പറ്റില്ല. അല്ലെ, ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടാവില്ല കരിയറിൽ തുടങ്ങുമ്പോൾ തന്നെ അതൊരു പക്ക അടിപ്പടം പോലത്തെ, അതൊരു മാസ് പടമാണ്. വന്ന പടങ്ങളും ഏറ്റവും സക്സസ്ഫുൾ ആയ പടങ്ങളൊക്കെയും ഇത്തരത്തിലുള്ളൊരു ഒരു അടിപ്പടം എന്നൊരു ഫീൽ, അങ്ങനെ ഒരു സ്റ്റാറാണ് പെപ്പ എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരു മാറ്റം ഇടയ്ക്കൊക്കെ ആഗ്രഹിക്കില്ല നമ്മളങ്ങനെ മാറ്റി നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. ഒരു 1-2-3 പടങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ കൊമേഴ്ഷ്യലി അതൊന്നും സക്സസ്ഫുൾ ആയില്ല. എന്ന് വെച്ചിട്ട് ഞാൻ തോറ്റ് പിന്മാറാൻ ഉദ്ദേശിച്ചുള്ള നമ്മൾ ഇനി കീപ് ട്രൈയിങ് എന്നുള്ള പറയാം. നമ്മളൊരു കാര്യം ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നാണല്ലോ. ഇപ്പൊ RDX എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ
എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഹിറ്റായി, അതെല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിനകത്തെ ഈ കുഞ്ഞു കുഞ്ഞു കോമഡി രംഗങ്ങളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു, ഞാൻ വലുതായിട്ടല്ല പറയണത്, ഇപ്പൊ നമ്മുടെ കഴിവല്ല, ഡയറക്ടറിന്റെ കഴിവാണ്, അവരെഴുതി വെച്ചേണ്ട ഇതാണ്, സിറ്റുവേഷൻ്റെ ഇതുകൊണ്ടാണ് ആൾക്കാർ ചിരിച്ചത്. ആ ചിരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ, ഞാൻ തിയേറ്ററിലിരുന്ന് ഞാൻ 4ാമത്തെ ദിവസം പടം കണ്ട്, അപ്പം അത് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് നമ്മുടെ ഒരു സീൻ വന്നു കഴിയുമ്പോൾ ആൾക്കാരിരുന്ന് തിയേറ്ററിലിരുന്ന് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതുപോലത്തെ കുറെ നല്ല പരിപാടികൾ, ഇപ്പൊ അത് കോമഡി മാത്രമല്ല, ത്രില്ലേഴ്സ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള സിനിമകൾ, ഡ്രാമ, അതെല്ലാം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ പറട്ടെ, ഈ പല പടങ്ങൾ ചെയ്യുമ്പോൾ പല ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഒരു നടനെന്ന നിലയിലൊരു വലിയ ഉയർച്ച ഉണ്ടാവുക. ശരിക്കും പടത്തിൽ വിജയരാഘവൻ ചേട്ടനുണ്ട്, കുട്ടേട്ടനുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മമ്മൂക്കേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ രാഗ്യം എനിക്ക് നടന്നൊക്കെ പറയും, എപ്പോഴും പറയാറുണ്ട്. പക്ഷേ വിജയരാഘവൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അധികം പേര് അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. ഓരോ ടൈപ്പിലും ഓരോ സമയത്തും ഓരോ ടൈപ്പ് കഥാപാത്രങ്ങൾ പിടിച്ച ഇങ്ങനെ സ്വയം രാഗ്യം എനിക്കൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ ഈ പടത്തില്? വിജയരാഘവൻ ചേട്ടൻ, ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ മീറ്റ് ചെയ്യണത് ഒരു അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന്റെ അന്നാണ്. അപ്പൊ പുള്ളിക്കറിയാം ഞാനാണ് ഈ പടത്തിൽ ഉള്ളതും, എനിക്കറിയാം പുള്ളിയാണ് ഈ പടത്തിലുള്ളതെന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോ പുള്ളി, അതായത് പുള്ളി ഭയങ്കര എന്തായി, അപ്പൊ ഞാൻ എൻ്റെ അമ്മ, അപ്പൊ മര്യാദയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ പോളേ, പോണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ഭയങ്കര റഫ് ആൻഡ് ടഫാന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് വന്നു, അപ്പോഴും എൻ്റെ മനസ്സിൽ പുള്ളി വന്ന ദിവസം ദൈവമേ കാലമാടം വന്നല്ലോ, പണി പാളി, അങ്ങനത്തെ ഒരു ഇതാന്ന് വിചാരിച്ചത്. പക്ഷെ പുള്ളി ഭയങ്കര സിമ്പിൾ, ഭയങ്കര പാവം മനുഷ്യനാണ്. അന്നപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതെന്താ അന്ന് അങ്ങനെ പറഞ്ഞേ? അല്ല, അന്ന് നമ്മൾ വലിയ പരിചയമൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ അടുത്ത് പറയേണ്ടത്? പുള്ളി വളരെ സിമ്പിളാണ്. പിന്നെ പുള്ളി നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്, അപ്പൊ പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസിൽ വരും. പിന്നെ നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ലെഗ് മൂവ്മെന്റ്സ്, അത് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. പുള്ളി എൻ്റെ അടുത്ത് ശരിക്കും ഒരു നടൻ എന്ന നിലയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നുണ്ട് പുള്ളി. എനിക്ക് പുള്ളി എപ്പോഴും പറഞ്ഞു തരും. ഞാനും ചേട്ടനും തമ്മിൽ അത്രയും കമ്പനിയാണ്. കുറേ നേരം സംസാരിക്കും, എല്ലാ കാര്യങ്ങളും സംസാരിക്കും. പുള്ളി നമുക്കിങ്ങനെ അഭിനയത്തിന്റെ കാര്യം, പുള്ളിയുടെ ഫാമിലിയുടെ കാര്യം, എല്ലാ കാര്യവും സംസാരിക്കും. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളി ഒരുപാട് നമുക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറഞ്ഞു തന്നത്. വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ തിരുത്തലുകളൊക്കെ സ്വീകരിക്കാൻ അത്രയും മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണോ? ഉറപ്പായിട്ടും. നമ്മള് എല്ലാ ലൈഫിലെല്ലാം നമ്മള് പഠിക്കുക എന്നാണല്ലോ, നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതായത് ഒരിക്കലും ഈ പഠിക്കൽ തീരെയില്ല. നമ്മള് അതിനുള്ളൊരു മനസ്സുണ്ടാക്കിയാൽ തന്നെ, ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു കഴിവില്ലെങ്കിലും നമുക്ക് സക്സസിലേക്ക് ആവാൻ പറ്റും. കാരണം നമുക്കത് മനസ്സിലായി, ഇതാണ് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് നമുക്ക് മനസ്സിലായി. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി വേണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം തെറ്റായിട്ട് ഒരു 500 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ശരിയായിട്ട് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. അതെ, ഉറപ്പായിട്ടും. ഞാൻ ഈ പടത്തിൽ പ്രാക്ടീസ് ചെയ്തു, ബോക്സിങ് പ്രൊഫഷണലായിട്ട് പഠിച്ചു. ഇപ്പോൾ പ്രൊഫഷണലി ബോക്സിങ്ങിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഒരു സിനിമ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ബോക്സിങ് പ്രൊഫഷണലായിട്ട് കൂടെ ചെയ്യുന്ന ശ്രമങ്ങൾ നടത്താം, എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ചോദിക്കണം. അല്ലല്ല, നമ്മള് പ്രൊഫഷണലായിട്ട് ബോക്സിങ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൊട്ടിയാവും. ഉറപ്പായിട്ടും പ്രാക്ടീസ് എന്തായാലും വേണം. പ്രാക്ടീസ് പക്കാ വേണം. കാരണം നമ്മള് വലിയ മാച്ചുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന്റെ കാരണം നമ്മളിപ്പോ ഫിലിമിലൊക്കെ ഉള്ളത് കൊറിയോഗ്രാഫിയാണ്. ഇപ്പൊ ഇവര് ഇന്ന കാര്യം പറഞ്ഞു തരുന്നു, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് മാറി അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കറിയാം. റിയലിൽ അങ്ങനെയല്ലല്ലോ, റിയലിൽ ഇടിച്ച് റൊട്ടിയാക്കി കളയാമാര്. അപ്പൊ നമ്മള് റിയൽ ബോക്സിങ്ങിന് എനിക്ക് ഇറങ്ങണമെന്ന് ആദ്യമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ 2-3 ബോക്സിംഗ് മാച്ചുകളെ കണ്ടു കഴിഞ്ഞപ്പോ വേണ്ട, അതിന്റെ ആവശ്യമില്ല, എന്തായാലും ഫേസിന് തന്നെ കിട്ടുള്ളൂ. ഫേസിന് അല്ലെങ്കിൽ വയറിനാണ് മെയിൻ ആയിട്ട് ബോക്സിങ്ങിൽ പഞ്ചസ് കിട്ടുക. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം ആക്ച്വലി. പക്ഷെ നമ്മള്
അതായത് അത് അത്രയും സമയവും അത്രയും എഫേർട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും അതിനുവേണ്ടി. അതിനുവേണ്ടി അത്രയും സമയം പിന്നെ അത്രയും കോൺഫിഡൻസും വേണം. മുഖത്ത് ഇടി കിട്ടരുത് എന്നുള്ള സാധനം. നമ്മളിപ്പോ ഫിലിമിൽ അഭിനയിക്കണ കാരണം ഫേസിൽ ഇടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ നമ്മുടെ എല്ലാം. അതെ പണി പാടുമല്ലോ. പണിവാളും. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനത്തെ പരിപാടികൾ നോക്കി കണ്ടൊക്കെ പിടിക്കും. അങ്ങനെ നമ്മളെ ഈ ശരിക്കും ആദ്യത്തെ സിനിമ അഭിനയിക്കുമ്പോൾ ഒരു അങ്കമാലിക്കാരനായിട്ട് തന്നെ സ്വന്തം നാട്ടിലെ പരിപാടി, നാട്ടിലെ കാര്യങ്ങൾ, നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത്, പല കാര്യങ്ങളും. പക്ഷെ പിന്നീടും സിനിമകളിലൊക്കെ കഴിയുമ്പോഴും പെപ്പ എപ്പോഴും ഒരു അങ്കമാലിക്കാരൻ തന്നെയാണ്. റിയൽ ലൈഫിലൊരു അങ്കമാലിക്കാരൻ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഇത്രത്തോളമൊക്കെ ലൈഫിൽ മാറ്റങ്ങളുണ്ടായി, പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം പക്ഷെ അതൊന്നും അല്ല, എപ്പോഴും ഞാൻ എൻ്റെ അങ്കമാലിക്കാരനാണ്, എൻ്റെ നാട്ടിലാണ്, എൻ്റെ പള്ളി പരിപാടികൾ, നാട്ടിൻപുറത്തെ ക്രിക്കറ്റ് കളി പരിപാടികൾ, അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? എല്ലാവർക്കും പോസിബിൾ ആണല്ലോ. നമ്മളെന്താണ് റിയലി എന്താണ് അത് തന്നെ ആവാന്നുള്ള. അല്ലെ ബാക്കി ഇപ്പൊ നമ്മളെന്ത് ഏച്ചു കെട്ടാൻ നോക്കിയാലും അതൊരു എന്താ പറയാ മുഴച്ചിരിക്കും എന്ന് പറയില്ലേ. അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മള് റിയലി എന്താണ് അതാവുക. ഇപ്പൊ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എക്സ്പ്രസ് ചെയ്യാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. സന്തോഷം വന്നാൽ എക്സ്പ്രസ് ചെയ്യുക, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരുടെ ഫ്രീഡത്തിൽ അനാവശ്യമായിട്ട് പോയിട്ട് തലയിടാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ ആയിട്ടിരിക്കേണ്ടി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഫേക്ക് ചെയ്യാതിരിക്കുക, ജീവിതത്തിൽ ഫേക്ക് ചെയ്യാതെ മുന്നോട്ട് പോവുക. സങ്കടം വരുമ്പോഴും കരയാണ്. എപ്പോഴും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫേക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ റിയൽ ലൈഫ് എപ്പോഴും ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളൊരു പോയിന്റ്. ഈ ജെന്യൂനിറ്റി തന്നെയാണോ പെപ്പയ്ക്ക് ചുറ്റും എപ്പോഴുള്ള ഒരുപാട് കൂട്ടം ആൾക്കാർ, പ്രിയപ്പെട്ടവർ, അവരൊക്കെ ചേർന്ന് നിൽക്കുന്നതിന് കാരണം പെപ്പയ്ക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അവരൊക്കെ സാധാരണ ആൾക്കാരല്ല, അവർക്ക് വേറെ പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ പെപ്പ ഒരു സ്റ്റാർ ആണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അല്ല, ഒരിക്കലും ഇല്ല. അങ്ങനത്തെ ഒരു ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അങ്ങനത്തെ ഒരു സംഭവമേ വന്നിട്ടില്ല. വന്നാൽ തന്നെ അത് അതിന് തന്നെ ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യും ഉറപ്പായിട്ടും. അപ്പൊ അവര് നമ്മളെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ തന്നെ നമുക്ക് അവിടെ ഒരു എന്തോ പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരും. അല്ല, പക്കായിട്ടിരിക്കുക, അവരും അങ്ങനെ തന്നെ പക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഈ സിനിമേൻ്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഞാൻ നോക്കിയപ്പോഴേ അതിനകത്തൊരു ഡയലോഗുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിന് ഇടിക്കാൻ പോണോ, കാശ് ഞാൻ എറിയും എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ എക്സാക്ട് വരി ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജിചേട്ടൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഓക്കെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ ഞാൻ കയറിപ്പോകുമെന്ന് പറയുന്ന കുറേ സ്പോർട്സ് താരങ്ങളുണ്ട്. അല്ലെ, സിനിമയിൽ തന്നെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയാൽ, ഒരു അവസരം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറിപ്പോവാം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും അങ്ങനെയുള്ളവരെ ദിവസവും കാണുന്നുണ്ടാവില്ലേ പെപ്പെ? അത് സിനിമേൻ്റെ മേഖലയിൽ അല്ലെങ്കിലും ഈ സ്പോർട്സ് ഒക്കെ ആണെങ്കിലും. ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിള് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ദിവസം എനിക്ക് ആ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഈ ആ സ്പോർട്സിന്റെ പേര് തന്നെ കൃത്യമായിട്ട് ബോക്സിംഗ് റിലേറ്റഡ് അല്ല. അത് നമുക്ക് ഒറ്റയടിക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ പോലത്തെ ഫേമസ് അല്ല. അപ്പൊ ഈ കൊച്ചു എനിക്ക് മെസ്സേജ് ചെയ്തു, ചേട്ടാ എനിക്ക് ഓൾ ഇന്ത്യ ഇത് കിട്ടിയിട്ടുണ്ട്, മെഡൽ വന്നിട്ടുണ്ട്, അല്ലല്ല സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ക്യാമ്പ് നടക്കുന്നത് സ്പെയിനിലാണ്. അപ്പൊ സ്പോൺസർ ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ തിരിച്ചയച്ചു, അല്ല ഇത് പേര് ഓർക്കല്ല കേട്ടോ പുള്ളിക്കാരിയുടെ. അപ്പൊ എത്രയാവും എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി എന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷമൊക്കെ ആണെങ്കിൽ കൊടുക്കാം. പുള്ളിക്കാരി എൻ്റെ അടുത്ത് 3.5 ലക്ഷം അങ്ങനെ എന്താ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ. അപ്പൊ പുള്ളിക്കാരി ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലുള്ള 1 ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ നമ്മുടെ ഒരു ഷോണി എന്ന് പറഞ്ഞിട്ട് ഒരു ഖത്തറിലുള്ള നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ പുള്ളിയാണ് നമ്മുടെ ഖത്തർ വേൾഡ് കപ്പിനൊക്കെ കൊണ്ടുപോയത്. കളി കാണാൻ പോയത് പുള്ളിയാണ്, നമ്മളെ എല്ലാവരെയും കൊണ്ടുപോയത്, എല്ലാവരെയും സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയത് പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ബ്രോ ഈ കൊച്ചിന്റെ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു. ബ്രോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സ്പെയിനിലേക്ക് വേണ്ട സ്പോൺസർ ഇല്ല അല്ലെങ്കിൽ പണി വാളും എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞാൻ നോക്കുമ്പോ അക്കൗണ്ട് നമ്പർ മേടിക്കും എന്ന് പറഞ്ഞിട്ട് സ്പോട്ടില് സംഭവം ആ കൊച്ചിനെ അയച്ചു കൊടുത്തു. അത് ഭയങ്കര സന്തോഷം. അപ്പൊ ഇതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര എന്താ പറയാ, നമ്മൾ അതിൻ്റെ ഒരു റീസണായി ഒരു ബ്യൂട്ടിഫുൾ കാര്യമാണ്, ഒരു ഇൻസ്പിറേഷനാണ്. അപ്പൊ ആ കൊച്ചിനെ സംബന്ധിച്ച് അവള് എന്നിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ചേട്ടാ ഞാൻ സ്പെയിനിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ചത്
ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെ സപ്പോർട്ട് കിട്ടേണ്ടവർ നമ്മുടെ ഇടയിൽ കുറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം സപ്പോർട്ട് കിട്ടട്ടെ. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി അടിച്ച് പൊളിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു നല്ല ക്രിക്കറ്റർ ആവാൻ പണ്ട് പെപ്പെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ അല്ലല്ലോ. അപ്പോൾ അതുപോലെ ക്രിക്കറ്റ് ഫീൽഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഒരുപാട് പേര്, ഒരുപാട് നല്ല കഴിവുള്ളവർ. അതുപോലെ തന്നെ ഈ പടത്തിന്റെ വേറൊരു പോസ്റ്ററിലും അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കുക്കാണെന്നൊന്നും വിചാരിക്കേണ്ട, പണ്ട് മെഡൽ നേടിയ, വരികൾ ഞാൻ കൃത്യം മറന്നു, പക്ഷെ കുക്കാണെന്ന് വിചാരിക്കേണ്ട, പണ്ട് മെഡൽ നേടിയ ഒരു ചാമ്പ്യനാന്ന് പറയുന്നത്. അപ്പം അങ്ങനെയും കുറേ പേര് ഇപ്പം സ്പോർട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഓട്ടോ ഓടിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി. ഇപ്പോൾ വയനാട്ടുകാരനായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ അറിയാം. നമ്മുടെ കൂട്ടത്തിൽ നന്നായി ഫുട്ബോൾ കളിക്കുന്നവരൊക്കെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ പേരെയൊക്കെ ഈ സിനിമകളിലൂടെയും അങ്ങനെ കുറേ പേരെ സഹായിക്കാൻ കൂടി പറ്റട്ടെ. ഇനി അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദാവീദ് ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ വരി എന്താണ്? എന്തിന് ഞങ്ങൾ ദാവീദ് കാണണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എങ്ങനെയായിരിക്കും? ഒരു സാധാരണക്കാരൻ എൻ്റെ ഫൈറ്റാണ്. അതെ, അതായത് അയാളുടെ സ്ട്രഗിളാണ്. അതാണ് ദാവീദ് എന്ന് പറയുക. അയാള് പണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒരു പ്രത്യേക ഒരു ഇതിൽ പുള്ളിക്ക് അതെല്ലാം വിടേണ്ടി വന്നു. പിന്നെ പുള്ളിക്ക് തിരിച്ച് അതായത് 2 ചാൻസ് കൊടുക്കാന്ന് പറയില്ലേ ജീവിതത്തിൽ, രണ്ടാമത്തെ ചാൻസ് ദൈവം കൊടുക്കുന്നു. അത് എത്രത്തോളം ഭംഗിയായിട്ട് പുള്ളി പൂർത്തിയാക്കുന്നു, അതാണ് ദാവീദ്. ജീവിതത്തിൽ എത്ര ചാൻസസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്? ഡിസൈഡ് ചെയ്യേണ്ട ചാൻസസ് അതെപ്പോഴും ഉണ്ടല്ലോ, ഓരോ സെക്കൻഡും ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ 2 ചാൻസ് കിട്ടുമെന്നാണ് പറയണത്. എനിക്ക് ഒരു ചാൻസ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ ചാൻസ് നന്നായി കൊണ്ടുപോകുന്നുണ്ടെന്നല്ലേ? നന്നായി കൊണ്ടുപോകുന്നില്ല, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, വീട്ടിലെല്ലാവരും, ഞാൻ ചോദിക്കാൻ പറ്റും, തുടക്കത്തിലേ ചോദിക്കേണ്ടതാണ്, വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു? അടിപൊളിയായിട്ടിരിക്കുന്നു. അച്ഛൻ, അമ്മ, അപ്പ എല്ലാരും. പിന്നെ അനിയത്തി ഇവിടെ ഇല്ല, അവള് പുറത്താണ്. വൈഫ് വൈഫ് അവളിവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. എല്ലാം ഹാപ്പി ആയിട്ടിരിക്കും. ഈ ഇടിപ്പടങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. അമ്മ പക്ഷെ ഭയങ്കര പാനിക് ആവാൻ സാധ്യതയുണ്ടോ? ഈ അടി അങ്ങനെയൊന്നുമില്ല. അപ്പന് ഇടിപ്പടങ്ങളാണ് താല്പര്യം. അതെ, പക്ഷെ അമ്മ അങ്ങനെ നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്നും പറയില്ല, ഇങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതെ, ഓക്കെ. വൈഫിനും ചില സജഷൻസ് ഒന്നുമില്ല? ഇല്ല, അങ്ങനെയൊന്നും. ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ? ഇവരങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യില്ല. ഇവര് നമ്മൾ ചെയ്യണത് ബ്യൂട്ടിഫുൾ ആണെന്ന് വിശ്വസിക്കുന്ന സാധാരണ ആൾക്കാരാണ്. അതെ, ഇതിനപ്പുറം വരുന്നില്ല, ഇത് മോൻ ചെയ്യുന്നത് ഏറ്റവും മനോഹരമാണെന്ന് കരുതുന്നു. അവരങ്ങനത്തെ സാധാരണ ആൾക്കാരാണ്. അതിനകത്ത് അങ്ങനെ വേറെ അഭിപ്രായങ്ങളോ അങ്ങനെ ഒന്നും അവര് പറയില്ല. അവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമല്ലോ. ബിഗ് സ്ക്രീനിൽ കാണാന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലും അവർ എക്സ്പെക്ട് ചെയ്ത കാര്യമല്ലല്ലോ ശരിക്കും. അതാണ് അവർക്ക് അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഈ മകൻ ആൾക്കാരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ ചുറ്റും കൂടുന്നു ആൾക്കാർ സെൽഫി എടുക്കാൻ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഓട്ടോഗ്രാഫിന് വെയിറ്റ് ചെയ്യുന്നു. ഈ സാധനങ്ങളൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ അപ്പനുണ്ടാവുന്ന, അമ്മയ്ക്കുണ്ടാകുന്ന, ഇപ്പം വൈഫിനൊക്കെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ അവർക്കുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര വലുതായിരിക്കുമല്ലോ. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയായിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് അവര് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയൊന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പഴയ ഇത് തന്നെ ആയിരിക്കും, അല്ലാണ്ട് പ്രത്യേക പരിഗണനയോ അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ ഒരിക്കലും കിട്ടില്ല ബ്രോ. അതിപ്പോ ബ്രോ എത്ര വലിയ സംഭവമാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഴയ ആള് തന്നെയാണ്. അതിനകത്ത് അവര് പ്രത്യേക സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും ഒരിക്കലും കിട്ടില്ല. ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതിന്റെ ബേസിൽ ചിലപ്പോ ഒരു 1-2 ദിവസം കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ആള് തന്നെയാണ് നമ്മള് അവരെ സംബന്ധിച്ച്. ഇനിയും പെപ്പയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇടിക്കുന്ന പടങ്ങളാണോ അതോ എല്ലാ ടൈപ്പ് പടങ്ങളും? എല്ലാ ടൈപ്പ് പടങ്ങളും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം, അല്ലാണ്ട് ഇടിപ്പടം മാത്രം ചെയ്യണം എന്നല്ല. അങ്ങനെ ഒരു ഇത് ആഗ്രഹമൊന്നും എനിക്കില്ല. പക്ഷെ പെപ്പ ഇടിച്ചാൽ അത് ഭയങ്കര രസമാണ്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ദാവീദ് വലിയൊരു ഹിറ്റായി മാറും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഇനിയുള്ള ആൾക്കാരൊക്കെ വന്ന് കളിക്കട്ടെ. ഇപ്പൊ ഓൾറെഡി ഇഷ്ടംപോലെ ആൾക്കാർ കളിക്കണ്ട. അടിപൊളിയാണ്. ക്രിക്കറ്റ് കളിക്കാൻ അത്ര പിടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു. അപ്പൊ പിന്നെ കളിക്കാതിരിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് സ്വിച്ച് ബോൾ കളിക്കും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്റെ വയറൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന്. ഒരിക്കലും നടക്കാറില്ല, അത്രയും ഡെഡിക്കേഷൻ ഇല്ല, അത്രയും ഫുഡ് ഭയങ്കര എൻജോയ് ചെയ്യാറില്ല ഒരുപാട്. അതിന് ഏറ്റവും വലിയ കാര്യമല്ലേ കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അതെ, കഴിക്കാൻ എനിക്കൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റില്ല ബ്രോ. കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാക്കറി മിസ് ചെയ്യുന്നുണ്ടോ? മാങ്ങക്കറിയൊക്കെ നമ്മള് വെറുതെ ടേസ്റ്റ് ചെയ്യും, ടേസ്റ്റ് ചെയ്യണതിന് പ്രശ്നമില്ലല്ലോ. അല്ല, ഈ അടുത്ത ഏതൊരു ഇന്റർവ്യൂല് ആസിഫ് അലി പറയുന്നു പെപ്പനോട് ചോദിച്ചാൽ മതി മാങ്ങക്കറി കൊണ്ട് സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞു. അങ്കമാലി ആയതുകൊണ്ടല്ല പുള്ളി അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം എന്റെ വീണ്ടും കാണാം, നമുക്ക് പടങ്ങളിലൊക്കെ കണ്ടാവും. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.